വെൽക്കം ടു ഫ്ലിക് ബഡ്സ്. ഇത് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന സിനിമയുടെ സ്പോയിലർ ടോക്കാണ്. കാരണം സ്പോയിലേഴ്സ് ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ ഹെവി സ്പോയിലേഴ്സ് ഉണ്ട്. ഈ പടം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെച്ചോളൂ. പടം കണ്ടിട്ട് വന്ന് നമുക്ക് എല്ലാവർക്കും ആ ഒരു മൊമെൻറ്റ്സിനെ ഓർത്ത് പുളകം കൊള്ളാം. കാരണം ഞാനിപ്പോൾ പുളകം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എടാ നീ ഫോൺ മാറ്റിയിരിക്കുന്നു. ഓക്കെ, ഇവനിൽ നിന്ന് പറയാൻ തുടങ്ങാം, അല്ലെങ്കിൽ ഗണപതിയിൽ നിന്ന് തുടങ്ങുന്നതാണല്ലോ നല്ലത്. യോ ബോഡി ഷേമിങ് കുഴപ്പമില്ല. ഡെഡ്പൂളും ഇതേപോലെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും എന്താ പറയുക, മറ്റേ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും നോക്കാറില്ല. ഡെഡ്പൂൾ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാനും വൈബിലാവും. ഇല്ലേ, നമ്മൾ എന്തായാലും ഡെഡ്പൂൾ നീ എടാ അവർ വിചാരിക്കും നമ്മൾ ടീഷർട്ടിനെ പ്രൊമോട്ട് ചെയ്യണം. ഇഷ്ടമാണ്. ഞാൻ ഈ മൂവി കാണാൻ പോകുന്ന സമയത്ത് ഞാൻ ഇതേപോലത്തെ ഇപ്പം ഞാൻ ഫ്ലാഷ് കാണാൻ പോയപ്പോൾ ഫ്ലാഷിൻ്റെ ടീഷർട്ട് ഇട്ടുണ്ടാ പോയത്. ബാറ്റ്മാൻ കാണുമ്പോൾ ബാറ്റ്മാൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് പോയത്. പിന്നെ സ്പൈഡർമാൻ നോവേ ഹോമിന് ഞാൻ സ്പൈഡർമാൻ്റെ ഇതേപോലത്തെ ടീഷർട്ട് ഇട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ഇതേപോലെ കോമിക് ബുക്ക് മൂവീസിന് ആ ക്യാരക്ടറിൻ്റെ ടീഷർട്ട് എടുക്കുക. എൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിൻ്റെ അടുത്തുണ്ട്. നീ ഇപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയതല്ലേ സ്പൈഡർമാൻ, ഡെഡ്പൂളൊക്കെ ഇപ്പോൾ അത് പിന്നെ അങ്ങനെയാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടോ സൗരഭ്യം എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ ചേർന്ന് ഇവനിപ്പോൾ ഇങ്ങനെയായി പോയി. അപ്പോൾ പറ, നിനക്ക് ആരെയൊക്കെ മനസ്സിലായി? ഇതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആളുണ്ട്. അതിൽ അയൺമാനിൽ ഹാപ്പി. എനിക്ക് ആ ക്യാരക്ടർ ഒടുക്കത്തെ ഇഷ്ടം. അവനുണ്ടായിരുന്നു. പിന്നെ ടോഡ് ഉണ്ടായിരുന്നു. പിന്നെ ജോണി, നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർത്ത് ഫയർമാൻ, അവനുണ്ടായിരുന്നു. പിന്നെ അതല്ല മറ്റേ എനിക്ക് അവൻ്റെ പേര് പറഞ്ഞു, നഖമല്ല വരുന്നത്, സൈബർ ടൂത്ത്. അവനുണ്ടായിരുന്നു. ബാക്കി നിങ്ങൾ പടത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ഇത് നമ്മൾ പറയുന്ന പകരം നിങ്ങളത് കണ്ണുകൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. അതാണ് ഇത് വിഷ്ണു മനസ്സിലാക്കിയ ക്യാരക്ടേഴ്സ് ആൻഡ് റെഫറൻസസ്. പക്ഷേ ഇതിനകത്ത് ഇവൻ ഈ ജോണി എന്ന് പറഞ്ഞില്ലേ ഫാന്റാസ്റ്റിക് ഫോറിലെ, അത് ആരാ? ക്രിസ് എവൻസാ. അത് ഡെഡ്പൂൾ കാണുമ്പോൾ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ആണെന്ന് തരും. കാരണം നമ്മൾ ആളിങ്ങനെ ഒരു തോർത്തിങ്ങനെ ഇട്ടാണ് കാണുന്നത്. പിന്നെ ആളുടെ അടുത്ത് തീ വരുമ്പോഴാണ് ഫോറിൻ്റെ മറ്റേ ലോകം നമ്മൾ മറ്റേ കണ്ട ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ മറ്റേ ഫാൻഫോർസ്റ്റിക് അല്ല, ആ പൊട്ടിയ പടമല്ല, 2 ഹിറ്റായ പടമില്ല നമ്മുടെ ജെസിക്ക ആൽബയൊക്കെ ഉള്ളത്. ആ പടത്തിലുള്ള ക്രിസ് എവൻസ് ആയിരുന്നല്ലോ ഹ്യൂമൻ ടോർച്ച്. അപ്പോൾ ആ ഹ്യൂമൻ ടോർച്ചിനെ ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വൂൾവറിൻ്റെ കുറേ വേർഷൻസ് പ്ലേ ചെയ്യുന്നുണ്ട്. അതിലൊരു വേർഷൻ നമ്മുടെ സ്വന്തം ഹെൻറി കാവിൽ അഥവാ സൂപ്പർമാൻ, സ്നൈഡറിൻ്റെ മാൻ ഓഫ് സ്റ്റീൽ നമ്മുടെ സൂപ്പർമാനെ DC-യിൽ നിന്ന് നൈസായിട്ട് മാർവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം പുതിയൊരു സൂപ്പർമാൻ വന്നിട്ടുണ്ട്. എന്താ അവൻ്റെ പേര്? എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ DC ഇങ്ങനെ റീകാസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഇപ്പം ഞാൻ നേരത്തെ നമ്മുടെ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് മെമ്മറബിൾ അല്ല. ഇപ്പോൾ ബാറ്റ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോളൻ്റെ ട്രിളജിയിൽ ഒരു ബാറ്റ്മാൻ, നമ്മുടെ ക്രിസ്ത്യൻ ബെയിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റിസ് ലീഗിലും സാക്ക് സ്നൈഡറിലും വരുന്ന സമയത്ത് ഇയാൾ ബെൻ ആഫ്ലെക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റോബർട്ട് പാറ്റിൻസൺ. അതിന് മുമ്പ് ആദം വെസ്റ്റ്, മറ്റേ വാൽ കിൽമർ. അങ്ങനെ ബാറ്റ്മാൻ ഇങ്ങനെ റീകാസ്റ്റ് റീബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർമാൻ ആയാലും ശരി. അപ്പോൾ അതുകൊണ്ട് വണ്ടർ വുമൺ, പിന്നെ ഗാൽ ഗഡോട്ട്, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആളുടെ പേരൊന്നുമില്ല. ഈ ഒരു റീകാസ്റ്റിങ്ങിൻ്റെ പ്രശ്നം. പിന്നെ മറ്റേ ഫ്ലാഷിൻ്റെ സീരീസിൽ ഗ്രാൻഡ് ഗസ്റ്റിനാണ് ഫ്ലാഷ്. സിനിമ എത്തിയപ്പോൾ എസ്രാ മില്ലറായി. ആൻഡ് യു നോ ഹു എസ്രാ മില്ലർ. അതിൻ്റെ കോൺട്രവേഴ്സീസിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ കാമിയോസിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഹെൻറി കാവിൽ ഒരു വൂൾവറിനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് വൂൾവറിൻ വേരിയൻസ്, അതായത് കോമിക്സിലുള്ള പാച്ച് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇവർ ഇതിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രെയിലർ എന്നുള്ള ലേഡി ഡെഡ്പൂള്, ഡോഗ് പൂള്, പിന്നെ ഫ്ലോട്ടിംഗ് സോംബി പൂൾ, അതുപോലെ ഡെഡ്പൂളിൻ്റെ കുറേ വേരിയൻസ് വരുന്നുണ്ട്. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് X-23. അഗൈൻ നമ്മുടെ ലോഗനിലുണ്ടായിരുന്ന വൂൾവറിൻ്റെ ക്ലോണായിട്ടുള്ള X-23യുടെ ഒരു എക്സ്റ്റെൻഡഡ് കാമിയോ റോൾ എന്ന് തന്നെ പറയാം. പിന്നെയുള്ളത് ഗാംബിറ്റ് ഉണ്ട്. ഏത് ഗാംബിറ്റ്? ലൈക്ക് കോമിക് അക്യുറേറ്റ് ഗാംബിറ്റ് ഇല്ല, മറ്റേ ചീട്ടൊക്കെ എറിയുന്ന ആ ഒരു ഗാംബിറ്റ് ഉണ്ട്. അത് കിടലം പരിപാടിയായിരുന്നു. ലൈക്ക് ഗാംബിറ്റിൻ്റെ സോളോ മൂവി ഇറങ്ങായിരുന്നിട്ട് അത് ഐ തിങ്ക് ഇറ്റ് ഗോട്ട് ക്യാൻസൽഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ജഗർനോട്ട്. ഏത് ജഗർനോട്ട്? നമ്മുടെ ഡെഡ്പൂൾ 2-ൽ കണ്ട ജഗർനോട്ടല്ല ഇത്. ജഗർനോട്ടിന്റെ ആദ്യത്തെ വേരിയന്റ് ആണ്. അത് തന്നെ. ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ മറ്റേ മറ്റേ ചുമന്ന കളറിലെ മറ്റേ ഡെവിലിനെ പോലെ എന്നിട്ട് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അതിന്റെ പേര് എന്തോ ആണ്, അസാസെൽന്നോ അങ്ങനെ എന്തോ ആണ് പേര്, എനിക്ക് ഓർമ്മയില്ല. കാരണം അത് കുറച്ച് കാലം പറയുന്നില്ല. ഞാൻ അതൊന്നും റീവാച്ച് ചെയ്തില്ല. ഓൾറെഡി കണ്ടിട്ടുള്ള ആ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് കണ്ടാണ്. ബട്ട് ഐ കുഡ് ഐഡന്റിഫൈ. പിന്നെ
അത് കസാൻഡ്ര ആരാണെന്ന് ഇവർക്കറിയാം. അത് ഏലിയൻ, അത് അങ്ങനെ ഒരു വലിയൊരു കോമിക് ഒറിജിൻ സ്റ്റോറി ഉണ്ട്. അതിലേക്കൊന്നും ഇവർ ടച്ച് ചെയ്യുന്നില്ല. ഇതിൽ ജസ്റ്റ് കസാൻഡ്ര പറയുന്നത് ഭൂമിയിലുണ്ടായിരുന്ന ട്വിന്നാണ്. ജനിക്കുന്നതിന് മുമ്പേ ടി വി എക്കാർ അവളെ വോയിഡിൽ കൊണ്ടിട്ടു. പിന്നെ ഈ വോയിഡ് എന്ന് പറയുന്നതൊക്കെ നിങ്ങൾക്ക് ലോക്കി കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ലോക്കിയുടെ സീസൺ 1 സീസൺ 2 പിന്നെ ആ ഒരു ക്ലൗഡിൽ വരുന്ന ഐറോത്ത് ആണോ, ഐറോത്ത് എന്ന് പറയുന്ന സാധനമൊക്കെ അത് കാണുമ്പോൾ ഡെഡ്പൂൾ തന്നെ പറയുന്നുണ്ട്, ഐറോത്ത് ഫ്രം ലോക്കി സീസൺ 1 എപ്പിസോഡ് 5. അത് ഞാൻ പറഞ്ഞില്ലേ, ഡെഡ്പൂളിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. പിന്നെ ബ്ലേഡ് ഉണ്ട്. അത് നിനക്ക് മനസ്സിലായല്ലോ, ബ്ലാക്കിൽ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള മനുഷ്യല്ലേ, അത് ബ്ലേഡാണ്. ബ്ലേഡിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, മാർഷൽ അലി പ്ലേ ചെയ്തിട്ട് ബ്ലേഡിൻ്റെ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ ഏത് ഇലക്ട്ര നമ്മുടെ ബെൻ ആഫ്ലെക്കിൻ്റെ ഡെയർ ഡെവിലില്ലേ, അതിന് എടുത്തിട്ടൊരു ഇലക്ട്ര വന്നിട്ടുണ്ടായിരുന്നു. ആ ഇലക്ട്ര ഇതിനകത്തുണ്ട്. പിന്നെ ഒരു സീനിൽ ക്രിസ് ഹെംസ്വർത്തിൻ്റെ തോറിനെ കാണിക്കുന്നുണ്ട്. റോബർട്ട് ഡൗണി ജൂനിയർ ഇല്ല ഗൈസ്. റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ മറ്റേ പ്രൂഫ് ദാറ്റ് ടോണി സ്റ്റാർക്ക് ഹാസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ആദ്യത്തെ ആർക്ക് റിയാക്ടർ അല്ലേ, മറ്റേ ടോണി കേവിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വരുന്ന ആ ഒരു സാധനം, പഴയ ആർക്ക് റിയാക്ടർ, അത് ഇത് റെഫറൻസ് ചെയ്യുന്നുണ്ട്. ഹെൽമെറ്റ് കാണിക്കുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. അത് ക്യാപ്റ്റൻ അമേരിക്കയുടെ ഒരു ബ്രോക്കൺ ഷീൽഡ് പീസ് കാണിക്കുന്നുണ്ട്. ഹെവിലി ഹൾക്ക് മുകളിലും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ട്. പക്ഷെ അതൊരു 5 സെക്കൻഡ് 6 സെക്കൻഡിലോ കാണിക്കുന്നുണ്ട്. വോൾവറിന്റെ ക്ലോസിൽ അത് നമ്മുടെ റഫല്ലോ ഹൾക്കാണ്. മാർക്ക് റഫല്ലോ ഹൾക്ക് തന്നെയാണ് അത്. ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത് ഇൻക്രെഡിബിൾ ഹൾക്കാണ്. പക്ഷെ ഇതിൽ എനിക്ക് വേണമെന്നുണ്ടായിരുന്ന ഒരു ക്യാമിയോ ആരായിരുന്നു അറിയാമോ? സ്പൈഡർമാൻ്റെ ഒരു ക്യാമിയോ ഞാൻ എക്സ്പെക്ട് ചെയ്തു. കാരണം കോമിക്സോ അല്ലെങ്കിൽ ആനിമേറ്റ് സീരീസോ കണ്ടു കഴിഞ്ഞാൽ ഡെഡ്പൂൾ ആൻഡ് സ്പൈഡർമാൻ മേക്ക് ആൻ അമേസിംഗ് കോമ്പിനേഷൻ. കാരണം രണ്ടുപേരും ഓൾമോസ്റ്റ് ഫൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ വളവളാന്ന് സംസാരിക്കുന്ന ടൈപ്പാണ്. സോ ദേ ഹാവ് എൻ ഇൻസൈൻ കെമിസ്ട്രി. അത് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കാം. ബട്ട് വി ക്യാൻ വെയിറ്റ്. ടോം ഹോളൻഡ് സ്പൈഡർമാനും റയൻ റെയ്നോൾഡ്സ് ഡെഡ്പൂളും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. ലോക്കി വരുന്നു വിചാരിച്ചു. ലോക്കി പക്ഷേ ഈ ടൈം വേരിയൻസ് മറ്റേ ഇങ്ങനത്തെ കാണിക്കുന്ന മജീഷ്യൻ പോലത്തെ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കാണിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ലോക്കി അവസാനം ഞാനൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിലെങ്കിലും ലോക്കിയുടെ, പക്ഷേ ലോക്കിയുടെ റെഫറൻസസ് ഒരുപാടുണ്ട്. കാരണം ടൈം വേരിയൻസ് അതോറിറ്റിയിൽ തന്നെയാണ് കഥ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ പാരഡോക്സ് പറയുന്ന ഒരാളാണ് ഇതിനകത്ത് വില്ലൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ആളൊന്നും അല്ല ഇതിന്. പടത്തിൽ വില്ലൻ എന്ന് പറയാൻ ആരാ ഉള്ളത്? ഇതിൽ വില്ലൻ ആരാ? പടത്തിൽ വില്ലനുണ്ടോ? വില്ലൻ കസാൻഡ്ര കെയ്ൻ വില്ലനാണോ? ഒരു വില്ലനൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു സെൻട്രൽ ഒരു പ്ലോട്ട് ഡിവൈസ് എന്ന് പറയുന്നൊക്കെ പറയാം. ബട്ട് ഈ പടം ബ്രില്യൻ്റ്ലി റിട്ടേൺ ആണെന്ന് പറയാനുള്ള കാര്യം. ഒരു സീനിൽ പോലും എന്തിനാ ഇവരെ കൊണ്ടുവന്നതെന്നുള്ള തോന്നലൊന്നുമില്ല. സോറി ടു ഇന്ററപ്റ്റ്. പിന്നെ എനിക്കിഷ്ടത് വുൾവറിൻ പറഞ്ഞൊരു സീനുണ്ട്, ഐ വോണ്ട് ടു ഗെറ്റ് ബാക്ക് ടു ദ ഓൾഡ് എക്സ്മാൻ സീൻ. അതിൽ പഴയ എക്സ്മാൻ്റെ സ്റ്റോം, ചാൾസ്, പിന്നെ ബീസ്റ്റ്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഫ്രാഗ്മെന്റ്സ് ഓഫ് സെക്കൻഡ്സിൽ ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട്. അതൊരു ഇതായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം ഉണ്ടായിരുന്ന ഫോക്സിന്റെ ട്രിബ്യൂട്ട് ആയിരുന്നു. ഫോക്സിന്റെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമയുടെയും വെച്ചിട്ട് ഒരു ട്രിബ്യൂട്ട് പോലെ വരും. അത് നമ്മുടെ ക്രെഡിറ്റ്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒരു നൈസ് പരിപാടിയായിരുന്നു. നിങ്ങൾ കാണുന്ന ഒരു സീൻ പറഞ്ഞാൽ അവസാനം ഡെഡ്പൂളും വുൾവറീനും ഒരു വണ്ടിയുടെ പുറത്തുനിന്ന് ഒരു ചാടുന്ന ഒരു സീനുണ്ട്. ഫാൻ സർവീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ അവസാനം എൻ ഗെയിമിന്റെ അവസാനം മറ്റേ എല്ലാരും കൂടെ ഇങ്ങനെ നമ്മൾ മറന്നുപോയ സാധനം ഏത്? ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ല, ആളില്ല. പക്ഷെ ആളുടെ റെഫറൻസ് ഉണ്ട്. അത് പിന്നെ ട്രെയിലറാണ് നമുക്ക് അറിയാം. മറ്റേ സ്ലിംഗ് റിംഗ് എന്തായാലും ഉണ്ട്. അത് ഡെഡ്പൂളിനെ ഏതോ ഒരു ഡെഡ്പൂൾ മറ്റേ ഡോക്ടർ സ്ട്രേഞ്ച് വേരിയന്റിനെ വന്നിട്ട് കസാൻഡ്ര കൊന്നിട്ട് പുള്ളിയുടെ മോതിരം എടുത്തിട്ടുള്ള ഒരു പരിപാടിയാണത്. അതൊക്കെ തന്നെ. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത റെഫറൻസ് എന്ന് പറയുന്നതിനകത്തൊന്നുമില്ല. ഏകദേശമൊക്കെ എനിക്ക് അത് പടം വർക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. ഇല്ല, എന്തായാലും ഈ പടം കണ്ടിട്ടുള്ളവരായിരിക്കും ഈ വീഡിയോ കാണണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങൾ ഇനി കണ്ടില്ലെങ്കിൽ പറയരുത്. ഞാൻ ഇനി സ്പോയിലർ ഇനിയിപ്പോൾ സ്പോയിലർ എല്ലാം സ്പോയിൽ ചെയ്ത് കഴിഞ്ഞു നമ്മൾ. മൂവി കണ്ടിട്ടേ ഇത് പറയാൻ പാടില്ല. പക്ഷേ കാണാൻ പാടില്ല. പിന്നെ സ്പോയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂൾവറിൻ 2 മറ്റേ ജപ്പാനിലുള്ള പരിപാടിയില്ലേ, അതിനകത്ത് അവസാനം ഈ വൂൾവറിന്റെ മാസ്ക് കാണിക്കില്ലേ, ഒരു ബ്രൗൺ ആൻഡ് യെല്ലോ വെച്ചിട്ട്. ആ ടൈപ്പ് ഒരു മാസ്ക് അവസാനം മൂവി അതല്ല, ഈ കോമിക് ആക്യുറേറ്റ് സ്യൂട്ടില്ല, അത് കറക്റ്റാണ്. വൂൾവറിന്റെ മറ്റേ മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന മറ്റേ അത് ഇവിടെ സ്ഥലമില്ല, അല്ലെങ്കിൽ ഞാൻ അത് കാണിച്ചത് നല്ല ബോറായിരിക്കും. അത് ഫുള്ള് ഇങ്ങനെ നിൽക്കുന്നൊരു സീൻ. അതായത് ഈ കോമിക്സും ആനിമേറ്റഡ് സീരീസും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് അറിയാവുന്ന ആ ഒരു ബ്രൂട്ടലായിട്ടുള്ള വൂൾവറിനില്ലേ, അതായത് ഒരു മറ്റേ ദേഹദാക്ഷിണ്യം ഇല്ലാത്ത ഒരു മൃഗം, ആബ്സല്യൂട്ട് ആനിമൽ, ലിറ്ററൽ ആനിമൽ, ഒരു ബീസ്റ്റ്
see how what happens when two invincible forces strike together. അതായത് ഡെഡ്പൂളും റീജനറേറ്റ് ചെയ്യില്ല, എപ്പോഴത്തേക്കെ കുത്തുകൊള്ളുന്നു എൻ്റെ പൊന്നെ ചോരപ്പുര. അവർ ഒരു ദിവസം ഒരു രാത്രി മൊത്തം ഈ വണ്ടിക്കകത്ത് നടിയുണ്ടാക്കും, ഹോണ്ടയിൽ കിടന്ന് ഹോണ്ടയിൽ കിടന്ന് ഹോണ്ടയ്ക്കാണ് കൂടുതൽ പരസ്യം കൊടുത്തിട്ട് ഹോണ്ടയ്ക്കും കിയയ്ക്കും. ഈ റയൻ റെനോൾഡ്സ് ഒരു മാർക്കറ്റിംഗ് ജീനിയസ് ആണ്. അയാളുടെ ഏവിയേഷൻ ജിന്ന്, മിന്റ് മൊബൈൽസ്, അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് ഓൻ്റെ അമ്മ ഇത് മാർക്കറ്റിംഗ് ദിസ് എന്ന് തന്നെ പറയാം. അത് മേ ബി വേണം വെച്ചിട്ട് പ്രോഡക്റ്റ് പ്രൊമോഷൻ ചെയ്തതായിരിക്കും ഹോണ്ടയുടെ. ഇത് ആക്ച്വലി സ്പീക്കിംഗ് ഈ കുത്തെന്ന് ഉദ്ദേശിക്കുന്ന ശരീരത്തിൽ എല്ലാ ഭാഗത്തും ഐ മീൻ എല്ലാ ഭാഗത്തും ഈ വൂൾവറിന്റെ ക്രോസ് പോകുന്നുണ്ട്, ഡെഡ്പൂളിലെ കഥാനാസ് പോകുന്നുണ്ട്, ബേബി നൈഫ് അത് പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. സേബർ ടൂത്തിന്റെ മറ്റേ തലയർത്തിടുന്ന സീൻ വൂൾവറിൻ. നമ്മള് ഇങ്ങനെ സേബർ ടൂത്ത് വൂൾവറിനും കൂടെ ഒരു 2-3 മിനിറ്റ് നല്ല അടിയുണ്ടെന്ന് അയപ്പ് തരാൻ സ്ലൈസ് കിടക്കുന്ന സേബർ ടൂത്തിന്റെ തല. പിന്നെ മാഡ് മാക്സിന്റെ അവിടെ ഇവിടെ റെഫറൻസസ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ഒരു ഇതേപോലെ ഇന്ത്യൻ 2 കണ്ടിറങ്ങിയിട്ട് എനിക്ക് കുറേ ഇന്ത്യൻ ടു കണ്ടിറങ്ങിയപ്പോഴും ഞാൻ കുറേ ഇതേപോലെ കടന്ന് പറഞ്ഞു. അത് പക്ഷേ നെഗറ്റീവ് വരുന്നത്. പക്ഷേ എനിക്ക് പടത്തിനെ കുറിച്ച് നെഗറ്റീവ് എന്ന് പറയാനില്ല. ഞാൻ ഈ പടത്തിനെ കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് പറയുകയാണെങ്കിൽ മേ ബി പടം മനസ്സിലാണ്ടാവില്ല, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് 24 വർഷം അല്ലെങ്കിൽ ഈ ഒരു എത്ര സിനിമ കണക്കില്ല, അത്രയും സിനിമ കണ്ടു കഴിഞ്ഞാലാണ് ഈ ഒരു സിനിമയെ ഫുൾ പൊട്ടൻഷ്യൽ. അതായത് റയൻ റെനോൾഡ്സിനും ഷോൺ ലേവിക്കും, അതായത് ഡയറക്ടർ ഷോൺ ലേവിക്കും ഫുൾ ഫ്രീഡം കൊടുത്തിട്ട് നിങ്ങൾ എന്നാ വേണം ചെയ്തു. കെവിൻ ഫൈഗി ഹാസ് അൾട്ടിമേറ്റ്ലി ഗിവൺ ഹിം ഫ്രീഡം ടു ഡു whatever he wants. ആൻഡ് എനിക്കിപ്പോഴും ഞാൻ പിന്നെയും ഐ എം കമ്മിങ് ബാക്ക് ടു ദാറ്റ് സെയിം പോയിന്റ്. എന്തിനീ പടം 2 മണിക്കൂർ മാത്രമാക്കി വെച്ചു? ആരെങ്കിലും നിനക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ല? ഇത്തിരി കൂടെ കാണുന്നുണ്ടായിരുന്നില്ല? ഇത്രയും കൂടെ കുറച്ചുകൂടെ വേണം. എനിക്ക് ഈ പടമൊക്കെ പടം തുടങ്ങി ഒരു മണിക്കൂർ പോയത് അറിഞ്ഞില്ല. 1 മണിക്കൂറൊന്നും പോയത് അറിഞ്ഞില്ല. അതാ കുഴപ്പം. അങ്ങനെ പോയി 15 മിനിറ്റ് ബ്രേക്ക് ആയി, ആ 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പടം തുടങ്ങി. മേ ബി അത് തന്നെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. കാരണം ആരും ലാഗ് അടിച്ചെന്ന് പറയരുതല്ലോ. ബട്ട് ഗുഡ് റൈറ്റിംഗ്, അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ്സ് എ വിഷ്വൽ സ്പെക്ടക്കിൾ. കോമിക് ബുക്സ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇതേപോലെ ഒരു നേർഡ്, നിങ്ങളൊരു നേർഡ് ആണെങ്കിൽ ഡെഡ്പൂൾ തന്നെ പറയുന്നുണ്ട് ഈ കോൾസ് അസ് നേർഡ്സ്. ചൈൽഡ്ഹുഡ് തൊട്ട് മറ്റേ കോമിക്സും ഈ സൂപ്പർ ഹീറോസ് ഗെറ്റ് യുവർ സോക്സ് റെഡി എന്ന് പറയുന്നുണ്ട്. സൂപ്പർ ഹീറോസ് ഇഷ്ടമുള്ളവർക്ക് ഈ സൂപ്പർ ഹീറോസിന്റെ ടൈപ്പ് മൂവീസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ഉണ്ട്. നിങ്ങളൊരു DC ഫാൻ ആണെങ്കിൽ ഈ പടം നിങ്ങൾക്ക് വർക്ക് ചെയ്യും. കാരണം സ്പൈഡർമാൻ, സൂപ്പർമാൻ, ബാറ്റ്മാൻ അങ്ങനത്തെ മൂവീസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് ബാറ്റ്മാനെ ഇടയ്ക്ക് താങ്ങുന്നുണ്ടായിരുന്നു, DCനെ ഇടയ്ക്കിടയ്ക്ക് താങ്ങുന്നുണ്ട്. അത് DCനെ പിന്നെ താങ്ങുന്നത് യു ആർ സോ ഡാർക്ക്, ആർ യു ഫ്രം ദ DC യൂണിവേഴ്സ് ഡെഡ്പൂൾ 2 കേബിളിനോടങ്ങാണ്ട് ചോദിക്കുന്നുണ്ട് ഡെഡ്പൂൾ. ഞാൻ പറഞ്ഞില്ലേ സ്പോയിലർ വീഡിയോ എന്ന് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പടത്തിനെ സംസാരിക്കും. ഇത് ഞാൻ അല്ലല്ല, ഞാനിപ്പം എൻ്റെ സ്റ്റുഡൻസ് ആരെല്ലാം എന്നോട് വന്നിട്ട് സാർ പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ അടുത്ത് ഞാൻ ഇതേപോലെ ആയിരിക്കും ഏറ്റവും പറയേണ്ടാവുക. അത് ബേസിക്കലി നിങ്ങളോട് എല്ലാവരുമായിട്ട് സംസാരിക്കാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിർത്താം പോരെ? ഇനി എനിക്ക് ഓർമ്മ വരുന്നില്ല, കാരണം ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, ഇത്രയൊക്കെ അറിയാനുള്ളൂ. സ്പോയിലേഴ്സ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇത്ര പറഞ്ഞില്ല. നിങ്ങൾ ഈ സിനിമ ഒന്ന് പോയി കാണാം. എൻ്റെ ഒരു ആബ്സല്യൂട്ട് റിക്വസ്റ്റാണ്. തൊഴിൽ കൈകൾ കൊണ്ട് ഞാൻ പറയുകയാണ്. ഏത് എന്താ ലെവലോഗൻ സ്പോക്ക് അതുകൊണ്ട് ഒരു പരിപാടിയുണ്ട് അവസാനം ഡെഡ്പൂള്. അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും സ്പൈഡർമാൻ ഉണ്ടാവും വിചാരിച്ചത്. അതില്ല, സ്പൈഡർമാന്റെ ചെറിയൊരു അംശം വന്നാൽ മതിയായിരുന്നു. എന്തെങ്കിലും ഒരു പരിപാടി കിട്ടി. ഇത്രയും ക്യാരക്ടേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്പൈഡർമാൻ. അതല്ല ഞാൻ പറയുന്നത്, അതാ പറഞ്ഞത്, ഇത് റെലവെന്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം സ്പൈഡർമാൻ്റെ തന്നെ ഇപ്പോൾ നോവേ ഹോമിൽ നമ്മൾ 3 യൂണിവേഴ്സസ് കൊളൈഡായി കഴിഞ്ഞു, ടോബിയുടെയും ആൻഡ്രൂവിൻ്റെയും ടോം ഹോളണ്ടിൻ്റെയും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഡോക്ടർ സ്ട്രേഞ്ചിനെയും ഇവരെ ഒഴിവാക്കിയത്. കാരണം ഡോക്ടർ സ്ട്രേഞ്ച് ഓൾറെഡി 2 മൾട്ടിവേഴ്സ് പടത്തി വന്നു കഴിഞ്ഞു, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലും സ്പൈഡർമാൻ്റെ ഇതിലും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മേ ബി ഡോക്ടർ സ്ട്രേഞ്ചിനെയും സ്പൈഡർമാനെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ബട്ട് ഐ ക്യാൻ ഓൺലി ഹോപ്പ് ഫോർ ഗുഡ് തിങ്സ് ഫ്രം മാർവൽ. ഇനിയിപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ദ ബ്രേവ് വേൾഡ് വരുന്നുണ്ട്, അതിലാണ് നമുക്ക് ഇനി പ്രതീക്ഷ. അതിൽ ഹാരിസൺ ഫോർഡ് റെഡ് ഹൾക്ക്, ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് പുതിയ സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്കയുടെ മാൻഡിൽ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇനി എന്താ മതിയാക്കാം പോരെ? അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് കമൻറ്റ് ഇടുക. കാരണം ആൽഗോരിതത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നേരത്തെ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല.